ഇന്ന് ഇത്രയും പറഞ്ഞതിൽ എന്റെ ലൈഫ് സ്റ്റൈലിനകത്ത്, എന്റെ റൂട്ടീനകത്ത് എവിടെയാണ് ഞാൻ കറക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. ചിലപ്പോൾ 10 മണിക്ക് രാത്രി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ 10 മണിക്ക് കഴിക്കണമെന്ന് ചോദിക്കുമ്പോൾ അവര് അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഞങ്ങൾ രാത്രി 10 മണിയിട്ടാ കഴിക്കാറ്. എന്നാ അതൊന്ന് മാറ്റൂ. അതൊന്ന് മാറ്റി വീട്ടിലെല്ലാവരും നേരത്തെ എത്തിയിട്ടുണ്ട്, ഹസ്ബൻഡ് നേരത്തെ എത്തി, വീട്ടുകാരെല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 10 എന്നുള്ളത് പെട്ടെന്ന് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ അത് 9 ആക്കൂ. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച അതൊരു 8 മണിയാക്കൂ. അത് കഴിഞ്ഞിട്ട് ഒരു 7 മണിയാക്കൂ. എന്നിട്ട് നിങ്ങളുടെ ആ ഒരു ലൈഫ് സ്റ്റൈലിനകത്തേക്ക് ഒരു ഹാബിറ്റ് മാറ്റുക. അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുക. ചെറിയ ചെറിയ ചേഞ്ചസ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ മാറ്റം കൊണ്ടുവരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇൽനെസ് ചെയ്യുന്ന ഒരു വെൽനെസ് ട്രാൻസിഷൻ ആണ് ഇവിടെ സംസാരിക്കുന്നത്. നമുക്ക് ഇൽനെസ് വേണ്ട, ആർക്കും ഇഷ്ടമല്ല അസുഖം വരുന്നത് അല്ലേ? പക്ഷെ നമ്മൾ അസുഖം വരാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു വെക്കും. അപ്പൊ അസുഖം വരാൻ ആ ഒരു ട്രാൻസിഷനാണ് നമുക്ക് ഇവിടെ വേണ്ടത്. ഇന്ന് നമ്മൾ എന്താണോ ഇതുവരെ ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുന്ന 97 പേരും ഒരു സ്കാനറിന്റെ അടി കൂടെ പോയാൽ എല്ലാവർക്കും എന്തെങ്കിലും ഒരു അസുഖം കണ്ടുപിടിക്കും നമ്മള്. പക്ഷെ അത് അവിടെ തന്നെ അങ്ങനെ തന്നെ മിണ്ടാണ്ടിരുന്നാൽ നമ്മൾ മരണം വരെ അതവിടെ ഇരുന്നോട്ടെ. ഇനിയെങ്കിലും അങ്ങോട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോയാൽ പോരെ. നമ്മളൊരു പുതിയ കാറ് വാങ്ങിയാലും എന്താ സംഭവിക്കുന്നത്? ആ കാറ് അതിന്റെ പെട്രോൾ ആണോ ഡീസൽ ആണോ അതിന്റെ ഇലക്ട്രിക്കൽ, ഇപ്പൊ പുതിയ വണ്ടിയൊക്കെ എല്ലാം കംപ്ലീറ്റ്ലി എന്താ പറയുക ഫോണിൽ കൂടെ ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. ഹൈടെക് ഫെസിലിറ്റീസ് ആണ് അതിനകത്തുള്ള ഇലക്ട്രിക് കാസിനൊക്കെ. അപ്പൊ അതിനകത്ത് ഇഷ്ടം പോലെ ഫെസിലിറ്റി ആണ്. ആ മാനുവൽ വെച്ച് നമ്മൾ എത്ര ദിവസം കൊണ്ട് പഠിച്ചിട്ടാണ് നമ്മൾ അതൊന്ന് യൂസ് ചെയ്യണം. ഒരു ഫോൺ വാങ്ങിയാൽ നമ്മൾ അതിന്റെ യൂസേഴ്സ് മാനുവൽ വെച്ചിട്ട് എന്തോരം ശ്രദ്ധയോടുകൂടെ നമ്മൾ നോക്കണേ. ഇത്രയും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഈ ശരീരം എന്തൊക്കെ സംഭവങ്ങൾ അതിനകത്ത് നടക്കണേ. ഇതിനെ നമ്മൾ എത്ര ലാഘവത്തോടു കൂടിയാണ് നമ്മൾ എന്തൊരു മിസ്ഹാൻഡ്ലിംഗ് ആണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കണേ അല്ലെ? അപ്പൊ അത് ചെയ്യണ ശരിയാണോ? നമ്മൾ എന്തുകൊണ്ടിട്ട് ഇതിന്റെ ഓപ്പറേറ്റിംഗ് മാനുവൽ എന്നെ മനസ്സിലാക്കണില്ല? അത് ഏറ്റവും കോംപ്ലക്സും ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? അതിന്റെ ഒരു ഓപ്പറേറ്റിംഗ് മാനുവൽ നമ്മൾ എന്തുകൊണ്ടിട്ട് ശ്രദ്ധിക്കണില്ല? എന്തോരം കാശ് നമ്മൾ ചെലവാക്കുന്നുണ്ട് നമ്മുടെ ലക്ഷറിക്ക് വേണ്ടിയിട്ട്. അനാവശ്യമായിട്ട് നമ്മൾ എന്തോരം കാശ് ചെലവാക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചെലവാക്കുന്ന പൈസയിൽ നിന്ന് ഒരു 1% നമ്മുടെ ഇൻകത്തിൽ നിന്ന് നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വേണം. ചിലപ്പോൾ എന്ത് സാധനം എടുക്കുമ്പോഴും നമ്മൾ ആദ്യം അതിന്റെ റേറ്റ് നോക്കും. ഒരിക്കലും നമുക്ക് നമ്മുടെ ഹെൽത്തിന് പ്രൈസ് ടാഗ് ഇടാം, ആരോഗ്യത്തിന് ഒരിക്കലും നമുക്കൊരു പ്രൈസ് ടാഗ് ഇടാൻ പറ്റില്ല. നമ്മൾ നല്ല ക്വാളിറ്റി സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുക. ക്വാളിറ്റി സാധനങ്ങൾ അരി ആണെങ്കിലും പച്ചക്കറി ആണെങ്കിലും ഒക്കെ വഴിയിൽ നിന്ന് 100 രൂപയ്ക്ക് 5 കിലോ 10 കിലോ എന്നൊക്കെ പറഞ്ഞ് കാർബൈഡ് അടിച്ച ഫ്രൂട്ട്സ് വാങ്ങി പിള്ളേർക്ക് കൊടുക്കാണ്ട് കുറച്ച് നല്ല ഓർഗാനിക് നല്ല സ്ഥലത്ത് നിന്ന് അറിയാവുന്ന സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ നല്ല ഫുഡുകൾ വാങ്ങി നല്ല സാധനങ്ങൾ വാങ്ങി ആൾക്കാർക്ക് നമ്മൾ വീട്ടിൽ കഴിക്കാനും നമ്മൾ യൂസ് ചെയ്യുക. അതേപോലെ ഹെൽത്തി ഹാബിറ്റ്സിന് വേണ്ടി എന്തെങ്കിലും നമ്മൾ സ്പെൻഡ് ചെയ്യുക. ഇപ്പൊ ജിമ്മിൽ പോകണമെങ്കിലോ യോഗയ്ക്കാണെങ്കിലോ അങ്ങനെ നമ്മുടെ ശരീരത്തിന് ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ട് നമ്മൾ കുറച്ച് പൈസ നമ്മൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക. നമ്മൾ അതിലൊക്കെ നമ്മൾ എന്താണ് പിശുക്കിയിട്ട് ജങ്ക് ഫുഡ് വാങ്ങാനും വേണ്ടാണ്ടുള്ള നമുക്ക് ഗാഡ്ജറ്റ്സ് വാങ്ങാനും ടൂർ പോകാനും ഒക്കെ നമ്മൾ കാശ് ചെലവാക്കും. കുറച്ച് നട്ട്സ് ആൻഡ് സീഡ്സ്, ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്, അതേപോലെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ന്യൂട്രിയൻസിനെ ബേസ് ചെയ്തിട്ടുള്ള നമ്മൾ കുറച്ച് അങ്ങനെ നമ്മൾ സ്പെൻഡ് ചെയ്യാന്നുള്ളൊരു തീരുമാനം നമ്മൾ